നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഏത് ഗൾഫ് രാജ്യത്ത് ചെന്നാലും അവിടുത്തെ നിയമം അനുസരിച്ച് ജീവിക്കുന്നവരാണ് പ്രവാസികൾ. എന്നാൽ ചുരുക്കം ചിലർ ഇതിന് വിരുദ്ധമായി പ്രവർത്തിച്ച് ശിക്ഷയ്ക്ക് വിധിക്കപ്പെടുന്നു. ഗൾഫ് രാഷ്ട്രങ്ങളിലെ ശിക്ഷ കടുത്തതാണെന്ന് പ്രവാസികളോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ടതില്ലല്ലോ. അത്തരത്തിൽ കഠിനമായ വധശിക്ഷ വിധിച്ചിരിക്കുകയാണ് കുവൈറ്റ്. പ്രവാസിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിരിക്കുന്നു എന്ന വാർത്ത പ്രവാസികളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുകയാണ്. മയക്കുമരുന്നുമായി പിടിയിലായ പ്രവാസിക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. പ്രതി വിൽപ്പന നടത്താനായാണ് മയക്കുമരുന്ന് കൈവശം സൂക്ഷിച്ചതെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് കുവൈറ്റ് ക്രിമിനൽ കോടതിയാണ് പ്രവാസിയെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്. കേസിന്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ പ്രതിക്കെതിരായ കുറ്റം തെളിഞ്ഞതായി കോടതി വ്യക്തമാക്കി. അന്വേഷണത്തിൽ കണ്ടെത്തിയ വസ്തുക്കളും പ്രതിയുടെ കുറ്റസമ്മത മൊഴിയും പരിഗണിക്കുമ്പോൾ മയക്കുമരുന്ന് കടത്തിൽ ഇയാളുടെ പങ്ക് വ്യക്തമായതായും കോടതിയുടെ വിധിന്യായത്തിൽ ഇത് ചൂണ്ടിക്കാട്ടി. ഇനി ഇതിൽ തുടർന്നുള്ള നടപടികളെ പറ്റിയൊന്നും തന്നെ ലഭ്യമായിട്ടില്ല. അടുത്തിടെയാണ് പട്ടാപകൽ ഭാര്യയെ കുത്തിക്കൊന്ന ഇന്ത്യക്കാരന് ദുബായ് പ്രാഥമിക കോടതി വിധിച്ച ജീവപര്യന്തം ശിക്ഷയിൽ ഇളവ് ലഭിച്ചത്. 40-കാരന്റെ ജീവപര്യന്തം തടവ് റദ്ദാക്കിയ ദുബായ് അപ്പീൽ കോടതി പ്രകാരം 10 വർഷം ജയിൽ ശിക്ഷ വിധിച്ചത്. ജയിൽ ശിക്ഷ പൂർത്തിയാക്കിയ ശേഷം ഇയാളെ നാടുകടത്തും. 2019 സെപ്റ്റംബറിലാണ് കേസിന് ആസ്പദമായ സംഭവം നടക്കുന്നത്. താമസ സ്ഥലത്തെ പാർക്കിംഗ് ലോട്ടിൽ വെച്ച് ഭാര്യയെ കുത്തിക്കൊന്ന ശേഷം ഇയാൾ തന്നെ ദുബായ് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു. പോലീസ് പട്രോൾ സംഘം സ്ഥലത്തെത്തിയപ്പോൾ ചോരയിൽ കുളിച്ച നിലയിലാണ് യുവതിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. തൊട്ടടുത്ത് തന്നെ പ്രതി പോലീസിനെ കാത്തു നിൽക്കുന്നുമുണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൽ ഇയാൾ കുറ്റം സമ്മതിച്ചു. 2018 തന്നെ വീട്ടിൽ ജോലിക്ക് നിന്ന യുവതിയുമായി പ്രണയത്തിലാവുകയും അവരെ വിവാഹം ചെയ്യുകയുമായിരുന്നുവെന്നാണ് ഇയാൾ പറഞ്ഞത്. എന്നാൽ യുവതിക്ക് താനല്ലാതെ മറ്റു ചിലരുമായി ബന്ധമുണ്ടെന്ന് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു സുഹൃത്തിൽ നിന്നും ഇയാൾക്ക് മനസ്സിലാവുകയായിരുന്നു. കൂടുതൽ അന്വേഷിച്ചപ്പോൾ ഭാര്യ തന്നെ വഞ്ചിക്കുകയാണെന്ന് ബോധ്യപ്പെട്ടതായും ഇയാൾ പോലീസിനോട് പറഞ്ഞു. കൊലപാതകം നടന്ന ദിവസം പ്രതി ഭാര്യയെ ഫോണിൽ വിളിച്ചപ്പോൾ താൻ ഒരു സുഹൃത്തിനൊപ്പമാണെന്നാണ് അവർ പറഞ്ഞത്. എത്രയും വേഗം വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞെങ്കിലും അത് ഭാര്യ ചെവിക്കൊണ്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. ഭാര്യ തന്നെ വഞ്ചിക്കുകയായിരുന്നുവെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് താൻ കൊലപാതകം നടത്തിയതെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞു. തിരിച്ചെത്തിയ യുവതിയുമായി രൂക്ഷമായ തർക്കം നടക്കുകയും താമസ സ്ഥലത്തെ പാർക്കിംഗ് സ്ഥലത്ത് വെച്ച് ഇയാൾ കുത്തിക്കൊല്ലുകയുമായിരുന്നു. അതിനുശേഷം മൃതദേഹത്തിന്റെ ഫോട്ടോ എടുത്ത് ഇയാൾ പോലീസിന് അയച്ചു കൊടുത്തു. അന്വേഷണം പൂർത്തിയാക്കിയ അധികൃതർ ആസൂത്രിത കൊലപാതകത്തിന് കേസ് ചാർജ് ചെയ്തത്. അതേസമയം വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട യമനിലെ ജയിലിൽ കഴിയുന്ന മലയാളി യുവതി നിമിഷപ്രിയയുടെ അപ്പീലിൽ അന്തിമവാദം പൂർത്തിയായിട്ടുണ്ട്. വധശിക്ഷ ജീവപര്യന്തമാക്കിയെങ്കിലും കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ബന്ധുക്കൾ. തിങ്കളാഴ്ചയാണ് സനായിലെ കോടതിയിൽ അപ്പീലിലെ അവസാന സിറ്റിംഗ്. യമൻ പൗരൻ തലാൽ അബ്ദു മഹ്ദിയെ 2017 കൊലപ്പെടുത്തിയ കേസിലാണ് പാലക്കാട് സ്വദേശിനിയായ നിമിഷപ്രിയയെ സനായിലെ കോടതി വധശിക്ഷയ്ക്ക് വിധിച്ചത്. തുടർന്ന് യമനിലെ ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് അപ്പീൽ കോടതിയെ സമീപിച്ചത്. യമൻ പൗരൻ തന്നെ തടഞ്ഞുവെച്ച് ആക്രമിച്ചെന്നും രക്ഷപ്പെടുന്നതിനിടെയാണ് കൊലപാതകമെന്നുമാണ് വാദം. മാനുഷിക പരിഗണനയും സ്ത്രീ എന്ന പരിഗണനയും നൽകി മരണശിക്ഷയിൽ നിന്ന് ഒഴിവാക്കുകയോ വിട്ടയക്കുകയോ വേണമെന്നാണ് ഇവരുടെ ആവശ്യം. അപ്പീൽ കോടതിയിലെ വാദം പൂർത്തിയായിട്ടുണ്ട്. ഹർജിക്കാരിയുടെ അഭിഭാഷകന് കൂടുതലായി എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിനാണ് തിങ്കളാഴ്ച അപ്പീൽ വീണ്ടും പരിഗണിക്കുന്നത്. ഒന്നുകിൽ അന്നു തന്നെ ഉത്തരവ് പറയുകയോ അല്ലെങ്കിൽ ഉത്തരവിനായി മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെക്കുകയോ ചെയ്യും. വിചാരണ കോടതി നൽകിയ വധശിക്ഷ ശരിവെച്ചാൽ യമനിലെ പ്രസിഡന്റ് അധ്യക്ഷനായ സുപ്രീം ജുഡീഷ്യൽ കൗൺസിലിനെ സമീപിക്കാനാണ് തീരുമാനം. എന്നാൽ അപ്പീൽ കോടതിയിലേതടക്കം വിസ്താര നടപടികളിൽ പിഴവുണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ മാത്രമേ കൗൺസിൽ പരിഗണിക്കൂ എന്ന കടമ്പയുണ്ട്. ദയാഹർജി സുപ്രീം കൗൺസിൽ പരിഗണിക്കാറില്ല. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.